നമ്മൾ പോകുന്നത് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റ് കന്യാകുമാരിയിലേക്കാണ്. അപ്പോൾ പാലക്കാട് ജംഗ്ഷനിലാണുള്ളത്. 1:15 ട്രെയിൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി എത്തിയിരിക്കുകയാണ്. ട്രെയിൻ കുറച്ച് നേരത്തെയാണ്, 11:45 കൊണ്ട് 11:30 ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്താണ് നമ്മൾ. ഇവിടുന്ന് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനില്ല, അതിൻ്റെ അപ്പുറം എൻഡാണ്. അതിൻ്റെ അങ്ങോട്ടേക്ക് റെയിൽവേ സ്റ്റേഷനില്ല, പിന്നെ കടലാണ്. ഈ കാണുന്നത് വിവേകാനന്ദ പാറയ്ക്കുള്ള ക്യൂ ആണ്. ഇവിടെ നിൽക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ മണ്ടത്തര ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോർമൽ ടിക്കറ്റ് 75, ഇപ്പോഴത്തെ സ്പെഷ്യൽ ടിക്കറ്റ് 300 രൂപയാണ്. ഈ നോർമൽ ടിക്കറ്റ് നിൽക്കുന്നവർ ഏകദേശം 5-6 മണിക്കൂർ ക്യൂ നിൽക്കണം. 6 മണിക്കൂർ പറയുമ്പോൾ 4 മണി കഴിയും. 4 മണി കഴിഞ്ഞാൽ പിന്നെ കടത്തില്ല. അപ്പോൾ ക്യൂ നിൽക്കുന്നത് വെറുതെയാണ്. ഒരുപാട് ആളുകളുണ്ട്. കന്യാകുമാരി എത്തിക്കാൻ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് പുറത്ത് വന്നപ്പോൾ വിവേകാനന്ദ പാറ കാണാമെന്ന് ചോദിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഭയങ്കര തിരക്കാണ്. 6 മണിക്കൂറൊക്കെ ലൈനിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 6 മണിക്കൂർ ലൈനിൽ നിന്നാലും ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. 7 മണിക്കാണ് ലൈന് തീരുള്ളൂ. 4 മണി വരെ വിവേകാനന്ദ പാറ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ത്രിവേണി സംഗമം കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ നമ്മൾ മനോഹരമായ കാഴ്ചയുണ്ട്. അതാ കാണുന്നതാണ് തിരുവള്ളുവർ പ്രതിമ. തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ അവിഭാജ്യനായ വലിയൊരു സാഹിത്യകാരനാണ് തിരുവള്ളുവർ എന്ന് പറയുന്നത്. കൂടുതലുള്ളത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അതിനോട് ചേർന്ന് കിടക്കുന്നത് വിവേകാനന്ദ പാറ. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി മോദിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വെള്ളമൊക്കെ ഭയങ്കര പച്ച കളറാണ് കേട്ടോ. നല്ല രസമാണ് വെള്ളം കാണാൻ. ഭയങ്കര വെയിലാണ്, വേർത്ത് ഒലിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്.